CBSE ബോർഡ് എക്സാമിന്റെ ഭാഗമായി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ ടൂൾസുകളും മറ്റുപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ഒരു ഈസി മെത്തേഡ്സ് ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഭാഗമായി ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ AI ടൂൾസുകൾ എഫക്റ്റീവായിട്ട് നമുക്ക് ഏതൊക്കെ പ്രോംപ്റ്റ് ഏതൊക്കെ രീതിയിൽ കൊടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം എന്നൊരു മെത്തേഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈം എന്നുള്ളത്. ഈ ഒരു ഡിസംബർ ജനുവരി എന്ന് പറയുന്ന സമയം നമുക്ക് 10ാം ക്ലാസ്സിലെ ടീച്ചേഴ്സ്, ഗ്രേഡ് 10 ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ ഫുൾ ഹറിബറി ആയിരിക്കും. കാരണം ഒരുപാട് എക്സാംസ് നടത്തേണ്ടതുണ്ടാവും, മോഡൽ എക്സാംസ് നടത്തേണ്ടതുണ്ടാവും, അതോടൊപ്പം നടന്ന എക്സാമിന്റെ പേപ്പർ വാലുവേറ്റ് ചെയ്യാനുണ്ടാവും, പിന്നെ മറ്റു ക്ലാസ്സുകളിലേക്ക് പോവേണ്ടതുണ്ടാവും. അങ്ങനെ ഫുൾ ഒരു ഹറിബറി ടൈം ആയിരിക്കും. ഈ സമയത്ത് ഒഴിഞ്ഞിരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊരു സിമ്പിൾ മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് 80 മാർക്കിലാണ് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാർക്കിംഗ് വരുന്നത്. 80 മാർക്കിലാണ് CBSE ബോർഡ് എക്സാംസ് ഉണ്ടാവുക. അപ്പൊ അതിൽ നമുക്ക് ആക്ച്വലി 16 മാർക്ക് നമ്മുടെ കോമ്പോസിഷൻ ഏരിയ, കോമൺ ഏരിയ എന്ന് വരുന്നുണ്ട്. ഗ്രാമർ പോർഷന്റെ ഭാഗത്തുനിന്ന് 28 ആണ്. ടെക്സ്റ്റ് ബുക്ക് ഭാഗത്തുനിന്ന് 36 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു മാർക്കിംഗ് സ്കീമിന്റെ ഒരു സിസ്റ്റം ഇതാണെന്ന് പറഞ്ഞു വെക്കാം. ഇനി നമുക്ക് ഇതിൽ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് സെക്ഷൻ 1 ഉണ്ടാകുന്നത് അൺസീൻ പാസേജ് ഉണ്ട്. അൺസീൻ പാസേജ് ആണ് ഫസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അതിൽ എങ്ങനെ തുടങ്ങാം, പിന്നെ PTQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പാസേജ് ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു ഈസി മെത്തേഡ്സ് ഒക്കെ നമുക്കിതിൽ ഇന്ന് വീഡിയോയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് അൺസീൻ പാസേജ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അൺസീൻ പാസേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷെ അത് 3 സെക്ഷൻ സെക്ഷൻ എയില് പാരഗ്രാഫ് A, പാരഗ്രാഫ് B, പാരഗ്രാഫ് C 3 പാരഗ്രാഫ്സ് ഉണ്ടാവാറുണ്ട്. 3 പാരഗ്രാഫ്സിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് എന്താണ് ഈസി മെത്തേഡ്. അപ്പൊ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് നൽകുന്നുണ്ട്. ഈ പ്രോംപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ChatGPTയിലോ ജെമിനിയിലോ കൊടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണ്ട പാരഗ്രാഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ പാരഗ്രാഫ്സ് കുത്തിരുന്നുണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ പല മെത്തേഡ്സിലൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് വിത്തിൻ 2 മിനിറ്റ്സ് ഈ പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്നു. ഈ പ്രോംപ്റ്റിൽ ടോപ്പിക്കിന്റെ അവിടെ നമുക്ക് ഒരു ടോപ്പിക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സിമ്പിൾ ആയി കിട്ടും. പ്രോംപ്റ്റ് ഞാൻ വായിക്കുന്നതിന് prepare a simple Arabic paragraph approximately 8 lines about dash topic. The paragraph should be written as a single structured paragraph. Use basic vocabulary and simple sentence structure suitable for school level students. After the paragraph, create 5 fill in the blanks question based on it. One of the questions should be based on vocabulary grammar. For example, identifying singular, dual or plural words. Each question should have 3 answers option in Arabic inside brackets separated by commas. അപ്പോൾ കോമ കൊണ്ട് സെപ്പറേറ്റ് എല്ലാം ക്ലിയർ ആണ്. നമ്മുടെ CBSE ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അൺസീൻ പാസേജിന്റെ ഒരു ആ ഒരു സംഗതി കിട്ടാൻ വേണ്ട ഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതൊക്കെ ടോപ്പിക് ഇതിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ മനസ്സിലാക്കിയെടുത്താൽ നമുക്കൊരു സ്റ്റോറി ബേസ്ഡ് ടോപ്പിക് വേണം കൊടുക്കാം. എ സ്റ്റോറി ഓഫ് ഓണസ്റ്റ് പോയി കുറച്ച് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഫേമസ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കാം. മഹാത്മാഗാന്ധി, അബ്ദുൽ കലാം, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇബിന് ബത്തൂത്ത, അങ്ങനെ ആരെയും കൊടുക്കാം. പിന്നെ ഫേമസ് പ്ലേസസ് താജ്മഹൽ, ദ റെഡ് ഫോർട്ട്, ബുർജ് ഖലീഫ, മസ്ജിദ് നബവി, പിന്നെ അല്ലെങ്കിൽ മെമ്മറബിൾ സ്കൂൾ ട്രിപ്പ്. ഇതൊരു കോമൺ സംഗതിയാണ്. അറബിക് പോയറ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അറബിക് ലാംഗ്വേജ്, ഇന്റർനെറ്റ് ഇൻ ഡെയിലി ലൈഫ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് AI ഇൻ എഡ്യൂക്കേഷൻ. അപ്പൊ ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. അപ്പൊ നമുക്കിതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്താ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അപ്പൊ ആ ടോപ്പിക്കിന്റെ അടുത്ത് ഇതിലേതെങ്കിലും കൊടുക്കാവുന്നേ ഉള്ളൂ. നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ കൊടുത്തു നോക്കാം. ഞാൻ ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഈ ഒരു ജെമിനി ഓപ്പൺ ചെയ്യുന്നു. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്താക്കിയിട്ടുണ്ട്, പ്രിപ്പയർ സിമ്പിൾ അറബിക് പാരഗ്രാഫ് അപ്രോക്സിമേറ്റ്ലി 8 lines അബൌട്ട് കുത്തുബ് മിനാർ എന്ന് കൊടുത്തിട്ടുണ്ട്.
കുത്തുബ് മിനാർ വെച്ച് കൊടുത്തപ്പോൾ ഈ ടെംപ്ലേറ്റ്സിന് കൊടുത്തു. ഇതേ സംഗതി നിങ്ങൾക്ക് പിന്നെ ചാറ്റ്ജിപിറ്റിയിലും കൊടുക്കാം, ജിമെയിലും കൊടുക്കാം. അപ്പൊ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഇതാണ് ഒരു ആൻസർ കിട്ടും, ആ പാരഗ്രാഫ് കിട്ടുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോർമലി ഉണ്ടാകുന്ന അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് കിട്ടുന്നുണ്ട്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും ലഭ്യമായിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടായിരുന്നു നോർമലി ഒരു 1 ക്വസ്റ്റ്യൻ വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ 5th ക്വസ്റ്റ്യൻ മുറാദു കലിമത്ത് അത്തുവൽ, മുറാദിഫ് കലിമത്ത് അത്തുവൽ ഫിലുവത്തിൽ അറബിയ. അത്തുവൽ എന്ന വേർഡിന്റെ മുറാദിഫ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു വൊക്കാബുലറി ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ പഠിച്ചതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് വേണം നമുക്ക് കൊടുത്തു നോക്കാം. ഇതിൽ ഒരുപാട് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി നമുക്ക് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. നമുക്ക് ആ രീതിയിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ പ്രോംപ്റ്റ് എടുക്കുന്നു. ഞാൻ ഇവിടെ ജമീലാണെങ്കിലും ചാറ്റ്ജിപിറ്റിയിലാണെങ്കിലും നമുക്ക് അത് കിട്ടുന്നുണ്ടോ. ഞാനിവിടെ ടോപ്പിക്ക് കുത്തുബ് മിനാർ എന്നുള്ളിടത്ത് മഹാത്മാഗാന്ധി കൊടുക്കുകയാണ്. മഹാത്മാ ഗാന്ധി എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഹർക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് തഷ്കീൽ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അവിടെ വിത്ത് തഷ്കീൽ കൊടുത്താൽ ഹർക്കത്ത് കിട്ടും. നമുക്ക് ഹർക്കത്ത് ഇടാൻ വേണ്ടി വേറെ വെബ്സൈറ്റുകൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വിത്ത് തഷ്കീൽ കൊടുത്തു കഴിഞ്ഞാൽ ഹർക്കത്തോടു കൂടെ സംഗതി കിട്ടും. ഓക്കെ, കൊടുത്തിട്ട് അപ്പം പിന്നെ നേരത്തെ മഹാത്മാഗാന്ധി കൊടുത്തപ്പോഴേക്കും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പാരഗ്രാഫ് കിട്ടുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് കിട്ടുന്നു. ഓക്കെ, അപ്പം ഇപ്പൊ 5th ക്വസ്റ്റ്യൻ എന്താണ്, ആക്ച്വലി ഇതിലൊരു പിന്നെ വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫീ ജുംലത്തിൽ ഖാദത്തി ഫി താരിഖിൽ ഹിന്ദ് കലിമത്തുൽ ഖാദ. ഇതിൽ ഖാദ എന്ന വേർഡ് എന്താണ്, ഹിയ മുഫ്രദ് മുസന്ന ജം എന്ന തരത്തിൽ എന്താണ് ഇവിടെ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് പ്രോംപ്റ്റ് വേണം കൊടുത്താൽ ഈ പ്രോംപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ടോപ്പിക് കൊടുത്താലും വിത്തിൻ സെക്കൻഡ്സ് ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടോ നോക്കണം, ജസ്റ്റ് ഒന്ന് ഫിറ്റെല്ലാം നോക്കാം. അതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കിത് സംഗതി ചാറ്റ്ജിപിറ്റിയിലും ചെയ്യാം, പിന്നെ ജെമിനിയിലൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പം ജെമിനിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ എന്തായാലും ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത ശേഷം ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ പാരഗ്രാഫ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാവുന്നതാണ്, ഉണ്ടാക്കേണ്ടതാണ്, താഴത്തെ ക്ലാസ്സിലും കൊടുക്കേണ്ടതാണ്. 10th ഇനി ഒരുപാട് എക്സാംസ് ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പാരഗ്രാഫ് മുഴുവൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അതിന് ഞാൻ നമ്മുടെ ഗൂഗിൾ ഡോക്സിലേക്ക് പോവാണ്. ഗൂഗിൾ ഡോക്സ് ഒക്കെ എല്ലാവർക്കും അറിയാം, ഗൂഗിൾ ഡോക്സ് എവിടെ കിട്ടുന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഇത് നമ്മുടെ സൈറ്റിന്റെ തൊട്ട് പിന്നെ ആ റൗണ്ടപ്പ് ചെയ്ത ഭാഗം ഉണ്ടാവും, അവിടെയാണ് ഗൂഗിൾ ഡോക്സ് ഉണ്ടാവുക. അതെല്ലാവർക്കും എടുക്കാം അറിയാം എന്ന് കരുതണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. നമ്മുടെ ഗൂഗിളിന്റെ സ്റ്റോറേജ് കാണിക്കുന്ന ഭാഗത്ത് നമ്മുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയും കാണിക്കും. ഇവിടെ ഗൂഗിൾ ഡോക്സ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഗൂഗിൾ ഡോക്സ്. ഈ ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഗൂഗിൾ ഡോക്സിന്റെ ഒരു സംഗതി ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാണ്. ഇതിൽ ഞാൻ എന്താക്കുന്നുണ്ട്, ഇതുമായി ഇവിടെ ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അൺസീൻ പാസേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതുമായി ബന്ധപ്പെട്ട പിന്നെ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് പാരഗ്രാഫ്. അപ്പം ഇത് ഒരു ക്ലാസ്സിൽ ഓഫ്ലൈൻ ആയിട്ടൊരു ടീച്ചേഴ്സിന്റെ ക്ലാസ് നടത്തിയ സമയത്ത് ആ ടീച്ചേഴ്സിനോട് ഞാൻ ഓരോരുത്തർക്കും ഓരോ വിഷയം കൊടുത്തു. അപ്പൊ ഓരോരുത്തർ ചെയ്തത് ഞാൻ എന്തായിരുന്നു ഇതില് പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിലേക്ക് എന്തായാലും പേസ്റ്റ് ചെയ്ത് വെച്ചു, കോപ്പി അവരെ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇതുപോലെ നമുക്ക് ചെയ്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതുപോലെ കിട്ടുന്ന എല്ലാ പാരഗ്രാഫുകളും നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ എന്താവുന്നു, ഇപ്പൊ നമ്മളിവിടെ കണ്ട ഈ ഒരു സംഗതി കോപ്പി പേസ്റ്റ് ചെയ്യാണ്. മഹാത്മാഗാന്ധിയാണ്, ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ഓക്കെ, കോപ്പി ചെയ്തു. അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിൽ പോയിട്ട് ഇങ്ങനെ പാരഗ്രാഫ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ മുമ്പത്തെ ഒരു സെറ്റിംഗ്സിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടായത്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മഹാത്മാഗാന്ധിയാണ് നമ്മളെ ഇതിലെ ഒരു വിഷയം കൊടുത്തത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള പാരഗ്രാഫ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അലൈൻമെന്റ് സെറ്റ് ആക്കാം. ഇനി എന്തായാലും ഇതില് കണ്ടന്റുകൾ മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ,
അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുൾ സ്ട്രക്ചേർഡ് ആണ്. അപ്പൊ ഇതിലൊന്നും ഇല്ല, നമുക്ക് ഇനി നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഓരോ പാരഗ്രാഫിന്റെ ഇത് പാരഗ്രാഫ് മാത്രമാണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇതുപോലത്തെ ഒരു സംഗതി ഇത് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഇതിന്റെ ടൈറ്റിൽ നമുക്ക് എന്താ ചെയ്യാം, ഇതിന്റെ ഹെഡിങ് ടൈറ്റിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്താക്കാം കൊടുക്കാം. അങ്ങനെ ഓരോ ഈ ഗൂഗിൾ ഡോക്സിൽ ഓരോ ഫയലും നമുക്ക് വേണമെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ പാസേജ് നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെക്കാം. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നടത്തുന്നതാക്കാം ഒരു പിന്നെ വേറൊരു സംഗതി സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഓരോ സെക്ഷന്റെയും നമുക്ക് ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഉദാഹരണത്തിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നമുക്ക് ജസ്റ്റ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വർക്ക്ഷീറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കറക്റ്റ് സെന്റൻസ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. അത് ഓരോ ഭാഗത്തുനിന്നും ഓരോ നമുക്ക് 10th ഗ്രാമർ ഭാഗത്തു നിന്നുള്ള എല്ലാ ഭാഗവും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഓരോ ചാപ്റ്ററിനുള്ള പിന്നെ ഭാഗമുണ്ട്, ബേസിക് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് എന്താ ഓരോ ഇഷ്ടംപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കാനാഹ്വാത്ത്, മൻസൂബാത്ത്, മർഫുവാത്ത് കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നുള്ള 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിന് ഏതെങ്കിലും ഇഷ്ടമുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുമ്പ് ഒഴിഞ്ഞ സമയത്ത് തയ്യാറാക്കി വെച്ചാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് എന്താക്കാവുന്നതാണ്, അതിലേക്ക് കോപ്പി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പൊ ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇങ്ങനെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇത് ആഡ് ചെയ്യാം. ഇതിന്റെ ഉപയോഗം ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ ആവശ്യമില്ല. മുകളിൽ ഷെയർ എന്ന ബട്ടൺ ഉണ്ട്. ഈ ഷെയർ എന്ന ബട്ടണിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതെല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇതിന്റെ മറ്റു നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ള മറ്റു ഫ്രണ്ട്സിനെ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അവർക്കും എന്താക്കാൻ പറ്റും, ഇതില് ഇവിടെ അവരുടെ മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇതിൽ എഡിറ്റ് ചെയ്യാം, അവർക്കും ആക്സസ് കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ എനിവൺ വിത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ആർക്കും എപ്പോഴും എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഫംഗ്ഷൻ ഞാൻ പറയുന്ന ആവശ്യമില്ല. കാരണം നമുക്ക് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സിനും ഇത് അറ്റ് എ ടൈം ഉപയോഗപ്പെടുത്താനും അവർക്കും ഇതിൽ ആഡ് ചെയ്യാനും ഒക്കെ പറ്റും. എല്ലാവർക്കും ഇത് വ്യൂവബിൾ ആവാനും എഡിറ്റബിൾ ആവാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് മാത്രമല്ല ഈ ഫയൽസ് അറ്റ് എ ടൈം ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാനും ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമതായിട്ട് പറയുന്ന അൺസീൻ പാസേജ് എന്നുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് ഒരു കാര്യം എന്നുള്ളത്, അപ്പം ഇത് പറഞ്ഞു. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സാധനം പറഞ്ഞു. ഗൂഗിൾ ഡോക്സ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ ഈസിയാണ്, എഡിറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഈസിയാണ്. നമുക്കിത് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലൊക്കെ അത് നമുക്ക് ലഭ്യമാകും. മൊബൈൽ ഫോണിലും ഗൂഗിൾ ഡോക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം, ലാപ്പിനെ വേണമെന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക് സേവ് ആണ്, പ്രത്യേക സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് സേവ് ആണ്. പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും കൊളീഗ്സ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗൂഗിൾ ഡോക്സിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതാണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്ഷൻ 2, സെക്ഷൻ 3 ഒക്കെ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് വേറൊരു സെക്ഷൻ 2ലെയും സെക്ഷൻ 3യിലേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം എന്നൊക്കെ പറയാം. എങ്കിൽ തന്നെയും ഇതിൽ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട സംഗതി, ഞാനിവിടെ ഒരു ചെറിയ സാമ്പിൾസ് ആണ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ മൊത്തം നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് CBSE തവണ തന്നിട്ടുണ്ട്, ഒരു മോഡൽ ഈ പാറ്റേൺ തന്നിട്ടുണ്ട്. അപ്പൊ ആ പാറ്റേൺ അത് നമ്മുടെ PDF ഉണ്ട്. അതോടൊപ്പം നമ്മുടെ സിലബസിന്റെ ഒരു പിക്ചർ ഓഫ് PDF നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, തൽക്കാലം ടെക്സ്റ്റ് ബുക്ക് അവിടെ വെക്കട്ടെ. ഞാൻ ഈ ഒരു നമ്മുടെ സിലബസ് CBSE 10th സിലബസ്, അതോടൊപ്പം നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ, ഇത് രണ്ടും ചേർത്തും ഞാൻ എന്താക്കുന്നു, ജസ്റ്റ് ChatGPT അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ രീതിയിൽ ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ChatGPT.
ഈ സംഗതി ജെമിനിയിലും ലഭ്യമാണ്, ചാറ്റ് ജിപിയിലും ലഭ്യമാണ്. ഞാൻ ജസ്റ്റ് ചാറ്റ് ജിപിയിലാണ് ജസ്റ്റ് ചെക്ക് ചെയ്തത്. ഞാൻ അത് കൊടുത്തു. അപ്പൊ നമുക്കത് ബേസിലുള്ള ഒരു പ്രോംപ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത ശേഷം ഞാൻ ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പം ആ ബേസ് കൊടുത്തപ്പോൾ എന്ത് കിട്ടി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുള്ള പറയുന്നു. എന്തായാലും നമുക്ക് അവർ തരികയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തരുന്നിട്ടുണ്ട്. ഞാൻ CBSE പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു, പ്ലസ് നമ്മുടെ സിലബസും കൊടുത്തു. അപ്പൊ ആ സമയത്ത് കിട്ടിയ ഒരു ആൻസർ ഇതാണ്. ഫസ്റ്റ് 3 പാരഗ്രാഫ് കിട്ടുന്നു, അതിന്റെ ബേസിസിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായി കിട്ടുന്നു. പിന്നെ റൈറ്റിംഗ് സ്കില്ല് ചോദിച്ചപ്പോൾ പാരഗ്രാഫിന്റെ സംഗതികൾ കിട്ടുന്നുണ്ട്. പിന്നെ 2 സെന്റൻസ് ചോദിച്ചപ്പോൾ 2 സെന്റൻസിന്റെ ക്രിയേറ്റ് ചെയ്യാനുള്ള വേർഡ്സുകൾ കിട്ടുന്നു. ഫിൽ ദ ബ്ലാങ്ക്സ് ആണ് പിന്നെ വെർനിയർ കണക്ട് ആയിട്ടുള്ളത്. പിന്നെ കറക്റ്റ് 2 സെന്റൻസ് ഉണ്ട് അടുത്തത്. പിന്നെ ഗ്രാമർ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, ചൂസ് ഇനി 5 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ സംഗതികളും എല്ലാ മെത്തേഡുകളും പിന്നെ വളരെ കൃത്യമായ രീതിയിൽ അതേപോലെ നമ്പർ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതേപോലെ നമുക്ക് എന്തായാലും പറ്റും. ഇതാണ് പാരഗ്രാഫ് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം നമ്മുടെ സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈസി ആയിട്ട് നമുക്ക് പിന്നെ ഈ ഒരു സംഗതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആലോചിക്കാൻ മീൻസ് അടുത്ത സെക്ഷൻ 2, 3 ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിൽ നമുക്ക് അരമായ സെക്ഷൻ 1 പിന്നെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് വിത്തിൻ ക്വിക്കിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായി കിട്ടുമെന്നൊരു സാഹചര്യം. ഇപ്പൊ ഞാൻ വേറെ ഒന്നും കൊടുത്തായിരുന്നു, അപ്പൊ രണ്ടാമതും കൊടുത്തപ്പോൾ എനിക്കിത് ഇതേ ഒരു സാധനം കിട്ടുന്നു, കണ്ടില്ലേ? അപ്പൊ നമ്മളത് കൊടുത്ത് നമുക്ക് ഈസിലി ഇതേ ഒരു പാറ്റേണിൽ ഇതേ സിലബസിന് ബേസ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പ്രോംപ്റ്റ് ഇതാണ് പ്രോംപ്റ്റ്. For making question paper CBSE 10 Arabic, create a full structured CBSE Arabic question paper for class 10 for the academic year. Follow exactly the same format, structure, heading, marking scheme, bilingual layout, Arabic font style, and sequence sassy. Official sample question paper uploaded. അപ്പം ഇതിന്റെ ഓരോ സംഭവമൊക്കെ വിടുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പ്രോംപ്റ്റ് ഉപയോഗപ്പെടുത്തി ഇങ്ങനത്തെ സെക്ഷൻ എയിൽ എന്തൊക്കെയാണ്, സെക്ഷൻ ബിയിൽ എന്തൊക്കെയാണ്, അതിൽ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട്, അതിൽ എത്ര ഓപ്ഷൻസിൽ എത്ര എണ്ണം എഴുതണം എന്തൊക്കെയുള്ള കൃത്യമായ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കറക്റ്റ് പ്രോംപ്റ്റ് നമുക്ക് കൊടുത്ത സമയത്ത് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു യൂസ് ഓൺലി സിലബസ് ബേസ്ഡ് വൊക്കാബുലറി ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ലെവൽ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ആ രീതിയിലുള്ള ഇതൊക്കെ ഉൾപ്പെടുത്താൽ മതി. അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ വേണ്ട ആ ഒരു ബേസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ബേസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ആ രീതിയിലുള്ള ഒരു പിന്നെ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്തായിട്ടുണ്ട് അവര് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും ടാസ്ക് വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഈസി മെത്തേഡ്സ് ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.